പായസം ഇല്ലാതെ എന്തോണമല്ലേ. ഇനി കുറച്ച് പായസം കുടിച്ചാലോ നമുക്ക്. ഒന്നും രണ്ടുമല്ല, 21 വെറൈറ്റി പായസങ്ങളാണ്. ചക്കപ്രഥമനും ടെൻഡർ കോക്കനട്ടും മിക്സഡ് ഫ്രൂട്ട് പായസവും ഒക്കെ കുടിക്കാൻ ഞങ്ങളുടെ പ്രതിനിധി അഖിൽ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകും ഒരിടത്ത്. കോട്ടയം കഞ്ഞിക്കുഴിയിലെ ടേസ്റ്റ് ഫീസിലേക്ക് വന്നാൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ കുടിക്കാം. ഇപ്പോൾ ഇവിടെ 9 പായസങ്ങളാണുള്ളത്. ഇവിടെ 21 വെറൈറ്റി പായസങ്ങളുണ്ട്. അതിന്റെ മെനു ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറിയാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമുള്ള പായസങ്ങൾ, അങ്ങനെ സ്ഥിരമായി കൊടുക്കുന്ന പായസങ്ങളുണ്ട്. ഇരുപത്തിരണ്ട് വെറൈറ്റി പായസങ്ങളുണ്ട്. നമുക്ക് ഡെയിലി കൂടുതലായിട്ടുള്ളത് പാലട, പരിപ്പ്, അടപ്രഥമൻ, ഗോതമ്പ്, സേമിയ ഈ പായസങ്ങളാണ്. പിന്നെ നമ്മുടെ വെറൈറ്റീസ് ആണ് ഫ്രൂട്ട് പായസം, ചക്ക പായസം, ഇളനീർ പായസം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സിഗ്നേച്ചറാണ്. പിന്നെ നമ്മൾ ഏത് പായസം, നമ്മുടെ 21 വെറൈറ്റീസിൽ ഇപ്പോൾ ക്യാരറ്റ് പായസം, പരിപ്പ്, മുളയരി, ഏത് പായസമാണെന്ന് നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാം. നമ്മൾ ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് തന്നെ നമുക്ക് ഈ പായസത്തിനോടുള്ള ഒരു പാഷൻ കൊണ്ടാണ്. ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഷോപ്പ് ഇപ്പോൾ എറണാകുളത്ത് പാലാരിവട്ടത്ത് നമ്മൾ 8 വർഷം മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓണത്തിന് നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ് ബ്രാൻഡാണ് ടേസ്റ്റ് ഫീസ് പായസ കട എന്നുള്ളത്. ഏത് പായസം ട്രൈ ചെയ്ത് എങ്ങനെയുണ്ട്? ഇതൊരു ഫ്രൂട്ട് പായസമാണ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്. നമുക്കൊരു ഡെസേർട്ട് ഒരു ഐറ്റം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പായസമാണ്. എപ്പോഴും ഇങ്ങനെ പായസം ഒന്ന് കുടിക്കാറുണ്ടോ ഇവിടെ? ഉണ്ട്. കോട്ടയത്ത് ഒരു കടയുണ്ടായിരുന്നു ഇവരുടെ. അവിടെ ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുണ്ടായിരുന്നു. വേറെ എവിടെ നിന്ന് കഴിക്കുന്നേക്കാളും നല്ലത് ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്. ഓണം എന്നാൽ മലയാളികൾക്ക് പായസം കൂടിയാണ്. പായസമില്ലാത്ത ഓണത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തവണത്തെ ഓണം കുറച്ച് വെറൈറ്റി പായസങ്ങൾ കുടിച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.